നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് ആണ്. എക്സസൈസ് 1.1. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഓരോ നമ്പറിനെയും നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 140 ആണ്. അപ്പോൾ നമുക്ക് 140നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം 140നെ നമുക്ക് 2ൻ്റേതായിട്ട് എഴുതാം അല്ലേ. 2 ഇൻറ്റു എത്രയാണ്? 2 ഇൻറ്റു 70. അപ്പോൾ 2 ഇൻറ്റു 70 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. 2നെ നമുക്ക് ഇനി ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, അതൊരു പ്രൈം നമ്പറാണ്. ഇനി നമുക്ക് 70നെ എങ്ങനെ ചെയ്യാം? 2 ഇൻറ്റു 35 എന്ന് ചെയ്യാം അല്ലേ. ഇനി 35ന് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 5 ആണ് പോവുക അല്ലേ. 5 7s are 35. അപ്പോൾ 5 7. അപ്പോൾ നമുക്ക് 140നെ എങ്ങനെ എഴുതാം? therefore 140 is equal to 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7. അതായത് 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. വളരെ എളുപ്പമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 156. 156 നമ്മൾ ആദ്യം ഇതുപോലെ 2ൽ സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും നമ്മൾ ചെറിയ നമ്പറിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 2 എന്ന് പറയുന്നത് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 78 ആണ്. പിന്നെ 78ന് വീണ്ടും നമുക്ക് ഇതുപോലെ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 39. ഈ 39ൽ ആരാ പോവുക? 2 പോവോ? ഇല്ല, 3 ആണ് പോവുക. 3 13s are 39. ഇനി 13 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കി നമുക്ക് ഫർദർ ഫാക്ടറൈസേഷൻ വരില്ല. അപ്പോൾ 156 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 13. അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ തേർഡ് നമ്പർ എന്ന് പറയുന്നത് 3825. കുറച്ചുകൂടി വലിയ നമ്പറാണ്. 3825. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ 2 പോകില്ല എന്ന്. പിന്നെ 3 പോകുമോ? അപ്പോൾ 3 പോകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എല്ലാ നമ്പേഴ്സും തമ്മിലൊന്ന് ആഡ് ചെയ്യാം. 3 + 8 11, 11 + 2 13, 13 + 5 18. 18 എന്ന് പറയുന്നത് 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ. 6 3s are 18 അല്ലേ. അപ്പോൾ 3 എന്തായാലും പോകും. നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ 2ഉം 5ഉം ഒക്കെ നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ. അപ്പോൾ ഇതിൽ 3 എത്ര പ്രാവശ്യം പോകുന്ന അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 1275. 1275. ഇനി 1275ൽ നമുക്കറിയാം വീണ്ടും 3 പോകുന്നുണ്ട്. 1 + 2 3, 3 + 7 10, 10 + 5 15. 15 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ. 3 5s are 15. 3 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 425. ഇനി വീണ്ടും നോക്കി നോക്കിയേ. 4 + 2 6, 6 + 5 11 ആണ്. അപ്പോൾ 3 പോവില്ല, 2 പോവില്ല. ഇനി ആരാണ്? നമുക്ക് അടുത്തത് 5 പോവും. 5 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 85 ടൈംസ് പോകുന്നുണ്ട്. ഇനി 85ൽ വീണ്ടും 5 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 17 ടൈംസ് പോകുന്നുണ്ട്. പിന്നെ 17 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമുക്ക് 3825നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17. അതായത് 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17. ഇതാണ് 3825ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോകാം. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 5005. അപ്പോൾ ഇതിൽ 2 പോവില്ല. പിന്നെ 5 + 5 10. അപ്പോൾ 3യും പോവില്ല. അപ്പോൾ നമുക്ക് 5 ആണ് പോകുന്നത്. 5 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 1001 ടൈംസ് പോകുന്നുണ്ട്. ഇനി ഇതിൽ 1 + 1 2. അപ്പോൾ 3 പോവില്ല, 2 പോവില്ല, 5 പോവില്ല. ഇനി ആരാ പോവുക? 7 പോകും. 7 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 143 ടൈംസ്. ഇനി 143ൽ ആരാ പോവുക? 11 ആണ് പോകുന്നത്. 11 എത്ര പ്രാവശ്യം പോവും? 13. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നമുക്കതിൽ 7 പോവോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ 2 3 5 7 11 അങ്ങനെ ഓരോ നമ്പറിൽ നിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോവാം. ഇനി നമുക്ക് എല്ലാതും കിട്ടി. അപ്പോൾ 5005നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 13. എല്ലാ നമ്പറും ഓരോ പ്രാവശ്യം വരുന്നു അല്ലേ. ഇനി നമുക്ക് ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th നമ്പർ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് നമ്പറാണ് 700
7000 ആണ് 7429. നമുക്ക് ആദ്യം 2 പോവില്ല എന്നറിയാം അല്ലേ. 3 പോകുമോ? 3യും പോകില്ല. 7 + 4 11, 11 + 2 13 + 9 22. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ അല്ല. 5 പോവില്ല, 7 പോവില്ല, 11 പോവില്ല, 13 പോവില്ല. ഇനി ആരാ പോവുക? അടുത്ത നമ്പർ ആയിട്ടുള്ള 17 ആണ് പോവുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അല്ലാതെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. 2 3 5 7 ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 11ൻ്റെ ടേബിൾസൊക്കെ ഒരുവിധം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ 17 ആണ് പോകുന്നത് 437 ടൈംസ്. ഇനി 437 ഇനി ആരായിരിക്കും പോവാൻ? അടുത്ത് പോകുന്നത് 19 ആണ്. 19 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 23 ടൈംസ്. പിന്നെ 23 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 7429 നമുക്ക് എങ്ങനെ എഴുതാം? 17 × 19 × 23. അപ്പോൾ ഇതാണ് 7429ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളിനെല്ലാം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മളതങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ആ നമ്പർ അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇന്നതിൽ പോവോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്